ഹായ് ഓൾ. ദെൻ +1 ജോഗ്രഫിയിലെ നമ്മുടെ ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും വെയിറ്റേജ് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് കൊടുത്തിട്ടുണ്ട് നമുക്ക് ടോട്ടലി നമുക്ക് 20 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് ജോഗ്രഫിയിൽ പഠിക്കാനുള്ളത്. ദെൻ പാർട്ട് എ ഫണ്ടമെന്റൽ ഓഫ് ഫിസിക്കൽ ജോഗ്രഫിയിൽ നമുക്ക് ടോട്ടലായിട്ട് 14 പാഠങ്ങൾ പഠിക്കാനുണ്ട്. അതുപോലെ ഇന്ത്യ ഫിസിക്കൽ എൻവയോൺമെന്റിൽ നമുക്ക് ടോട്ടൽ ഒരു 6 പാഠങ്ങൾ പഠിക്കാനുണ്ട്. ഒന്നാമത്തെ ഭാഗത്ത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ചാപ്റ്റർ ആണ് ജിയോഗ്രഫി ആസ് എ ഡിസിപ്ലിൻ. ഓക്കെ, 1 മുതൽ 2 വരെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിന് വെയിറ്റേജ് നോക്കാം, പ്രതീക്ഷിക്കാം. ദെൻ സെക്കൻഡ് ചാപ്റ്റർ ദ ഒറിജിൻ ആൻഡ് എവല്യൂഷൻ ഓഫ് ദി എർത്ത് അല്ലെ, ഒരു 4 വരെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്റീരിയർ ഓഫ് ദി എർത്ത് 6 വരെ നമുക്ക് വെയിറ്റേജ് കൊടുക്കാം. ദെൻ ഫോർത്ത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓഷൻ ആൻഡ് കോണ്ടിനെന്റ്സ് ആണ്, ഒരു 6 വരെ നമുക്ക് വെയിറ്റേജ് ആ ചാപ്റ്ററിന് കൊടുക്കാം. Then geomorphic process നമുക്കൊരു 4 to 6. Okay, then 6th chapter ആണ് landforms and their evolution. Okay, ഒരു 4 നമുക്ക് അതിൽ essay topic പ്രതീക്ഷിക്കാം. Then composition and structure of atmosphere. Okay, ഒരു 2 to 4 വരെ നമുക്ക് അതിൽ വെയിറ്റേജ് പ്രതീക്ഷിക്കാം. സോളാർ റേഡിയേഷൻ, ഹീറ്റ് ബാലൻസ് ആൻഡ് ടെമ്പറേച്ചർ 4 മാർക്കിനൊക്കെ നമുക്ക് ആ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് വരാം. അതുപോലെ അറ്റ്മോസ്ഫിയറിക് സർക്കുലേഷൻ ആൻഡ് വെതർ സിസ്റ്റം ഒരു 4 മാർക്ക് നമുക്ക് വെയിറ്റേജ് നോക്കാം. ദെൻ വാട്ടർ ഇൻ ദി അറ്റ്മോസ്ഫിയറിൽ നമുക്ക് 2 to 3 മാർക്ക് നമുക്ക് ആ ഒരു ചാപ്റ്ററിന് ക്വസ്റ്റ്യൻസ് വരാം. ദെൻ വേൾഡ് ക്ലൈമറ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ഒരു 2 to 3 നമുക്ക് ആ ഒരു ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ വരാം. ആൻഡ് വാട്ടർ നമുക്കൊരു 2 മാർക്കിന് അല്ലെങ്കിൽ 3 മാർക്കിനൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. മൂവ്മെന്റ്സ് ഓഫ് ഓഷ്യൻ വാട്ടർ അല്ലെ, 4 to 6 ഒക്കെ നമുക്ക് അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ദെൻ ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസെപ്ഷൻ 1 to 2 വരെ നമുക്ക് അതിൽ നിന്നും 1 വേർഡുകളൊക്കെ നമുക്ക് ചോദിച്ച് കാണാറുണ്ട്. ഓക്കെ, ദെൻ സെക്കൻഡ് ഇന്ത്യ ഫിസിക്കൽ എൻവയോൺമെന്റ് ആണ്. നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്നും ഇന്ത്യ ലൊക്കേഷൻ നമുക്ക് ഏറ്റവും കൂടുതൽ 1 വേർഡുകളും അതുപോലെ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ കാണാറുണ്ട്. ദെൻ സെക്കൻഡ് ആണ് സ്ട്രക്ചർ ആൻഡ് ഫിസിയോഗ്രഫി. ഓക്കെ, 4 to 5 വരെ നമുക്ക് മാർക്ക് വരാറുണ്ട്. ഡ്രൈനേജ് സിസ്റ്റം നമുക്ക് 3 to 4 വരെ മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ക്ലൈമറ്റിൽ നിന്നും 3 വെയിറ്റേജ് ആണ് വരുന്നത്. നാച്ചുറൽ വെജിറ്റേഷൻ 2 to 3 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. നാച്ചുറൽ ഹസാർഡ്സ് ആൻഡ് ഡിസാസ്റ്റേഴ്സ് നമുക്ക് ക്വസ്റ്റ്യൻസ് കുറവാണ്, 2 മാർക്കിനൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ആ ഭാഗത്തു നിന്നും വരാറുള്ളത്. ടോട്ടൽ നമുക്ക് 60 മാർക്കിന്റെ പേപ്പറാണ്. അപ്പോൾ ഒരുപാട് ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്കിനി ഓരോ ചാപ്റ്റേഴ്സിലും നമുക്ക് എത്ര മാർക്കിലാണ് നമുക്ക് അല്ലെങ്കിൽ എസ്സേ ടോപ്പിക്സുകൾ അടങ്ങിയിട്ടുള്ള ചാപ്റ്റേഴ്സ് നമുക്ക് നോക്കാം. ജിയോഗ്രഫി ആസ് എ ഡിസിപ്ലിൻ, ഭൂമിശാസ്ത്രം എന്ന പഠനശാഖ, ഈ ഒരു ഫസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് 1 വേർഡ് അതുപോലെ തന്നെ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. ദ ഒറിജിൻ ആൻഡ് എവല്യൂഷൻ ഓഫ് ദി എർത്ത്, ഭൂമിയുടെ ഉത്ഭവവും പരിണാമവും അല്ലെ, നമുക്കൊരു 2 മുതൽ 4 മാർക്ക് വരെ എസ്സേ ടോപ്പിക്, ഇവിടെ ബിഗ് ബാങ് തിയറി ഒക്കെ നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാം. ഇന്റീരിയർ ഓഫ് ദി എർത്ത്, ഭൂമിയുടെ ഉൾഭാഗത്തിൽ നിന്നൊരു 4 മാർക്ക് നമ്മൾ എസ്സേ ടോപ്പിക് ആണ്. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓഷ്യൻ ആൻഡ് കോണ്ടിനെന്റ്സ്, സമുദ്രങ്ങളുടെയും വൻകരകളുടെയും വിതരണം ഒരു 5 മാർക്ക്, ഇതൊരു എസ്സേ ടോപ്പിക് ആണ്. ജിയോമർഫിക് പ്രോസസ്, രൂപവൽക്കരണ പ്രക്രിയകള്, ഇതൊരു 3 മാർക്ക് to 4 മാർക്ക് നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാം. ഇതും ഒരു എസ്സേ ടോപ്പിക് ആണ്. ദെൻ ലാൻഡ്ഫോംസ് ആൻഡ് ദെയർ എവല്യൂഷൻ, ഭൂരൂപങ്ങളും അവയുടെ വികാസ പരിണാമങ്ങളും നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് 4 മാർക്കിന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ദെൻ കോമ്പോസിഷൻ ആൻഡ് സ്ട്രക്ചർ ഓഫ് അറ്റ്മോസ്ഫിയർ, അന്തരീക്ഷത്തിലെ ഘടക വസ്തുക്കളും അവയുടെ ഘടനയും ഒരു 4 മാർക്കിന് പ്രതീക്ഷിക്കുന്നതും ഒരു എസ്സേ ടോപ്പിക് ആണ്. ആൻഡ് സോളാർ റേഡിയേഷൻ, ഹീറ്റ് ബാലൻസ് ആൻഡ് ടെമ്പറേച്ചർ, സൗരവികിരണം,
താപസന്തുലനം, ഊഷ്മാവ്. ഓക്കെ, ഈ ചാപ്റ്ററിൽ നിന്ന് 4 മാർക്കിന് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാം. അറ്റ്മോസ്ഫിയറിക് സർക്കുലേഷൻ ആൻഡ് വെതർ സിസ്റ്റം, അന്തരീക്ഷ വായു ചംക്രണവും ദൈനംദിന കാലാവസ്ഥ വ്യവസ്ഥകളും, ഒരു 4 മാർക്കിന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. വാട്ടർ ഇൻ ദി അറ്റ്മോസ്ഫിയർ, അന്തരീക്ഷത്തിലെ ജലം, ആ ഒരു ചാപ്റ്ററിൽ നമുക്ക് 3 മുതൽ 4 ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. വേൾഡ് ക്ലൈമറ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്, ലോക കാലാവസ്ഥയും കാലാവസ്ഥ വ്യതിയാനം 2 മാർക്കിനൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് വരാറുണ്ട്. വാട്ടർ അല്ലെ, ജലം എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് 3 to 4 മാർക്കിന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. മൊമെന്റ്സ് ഓഫ് ഓഷ്യൻ വാട്ടർ, മൂവ്മെന്റ്സ് ആണ്, സമുദ്രചലനങ്ങളെ അല്ലെ, 4 മാർക്ക്. ഇതൊരു എസ്സേ ടോപ്പിക് ആണ്, വരാറുണ്ട്. ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ അല്ലെ, ജൈവവൈവിധ്യവും സംരക്ഷണവും, ഒരു 2 അല്ലെങ്കിൽ 1 മാർക്കിനൊക്കെയാണ് ഈ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മുടെ സെക്കൻഡ് പാർട്ടാണ്, പാർട്ട് ബി, ഇന്ത്യ ഫിസിക്കൽ എൻവയോൺമെന്റിലെ ഫസ്റ്റ് ചാപ്റ്റർ ഇന്ത്യ ലൊക്കേഷൻ ആണ് അല്ലെ, ഇന്ത്യ സംസ്ഥാനമാണ്. ദെൻ 2 മാർക്ക്, 1 മാർക്ക്, 3 മാർക്കിനൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് ഈ ഭാഗത്ത് നിന്ന് വരാറുണ്ട്. സ്ട്രക്ചർ ആൻഡ് ഫിസിയോഗ്രഫി, ഘടനയും ഭൂപ്രകൃതി ശാസ്ത്രവും, ഒരു 4 മാർക്കിന് വരാറുണ്ട്. ആൻഡ് ഡ്രൈനേജ് സിസ്റ്റം, ജലനിർഗമന സംവിധാനം, നമുക്കൊരു 3 മാർക്കിന് വരാറുണ്ട്. ദെൻ ക്ലൈമറ്റ് ചാപ്റ്ററിൽ നിന്നും ഒരു 3 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. നാച്ചുറൽ വെജിറ്റേഷൻസ്, പ്രകൃതിദത്ത സസ്യജാലത്തിൽ നമുക്ക് 2 മാർക്കിനുള്ള വെയിറ്റേജ് വരാറുണ്ട്. നാച്ചുറൽ ഹസാർഡ്സ് ആൻഡ് ഡിസാസ്റ്റേഴ്സ് അല്ലെ, പ്രകൃതിയിലെ അപകട സാധ്യതകൾ, പ്രകൃതി ദുരന്തം, 2 മുതൽ ഒരു 4 മാർക്കിന് വരെ നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. അപ്പൊ ഓരോ ചാപ്റ്റേഴ്സും 2, 3, 4 മാർക്കിനൊക്കെയാണ് ഉണ്ടാവുക. ഓക്കെ, കാരണം നമുക്ക് 20 ചാപ്റ്ററോളം പഠിക്കാനുണ്ട്. അപ്പൊ ഓരോന്നും അതിന്റെ ഇമ്പോർട്ടൻസോടെ പഠിക്കുക. ഒരു ചാപ്റ്റർ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഇതിൽ ചോദിക്കാവുന്ന എസ്സേ ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എനിക്ക് കമന്റിലൂടെ അറിയിക്കാം കേട്ടോ. ആ ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.